അപ്പോൾ സെക്കൻഡ് പാർട്ട് തുടങ്ങാം അല്ലേ. സെക്കൻഡ് 2 പാർട്ടായി ഇടാൻ കാരണം ഷോർട്സിൽ അത്രയല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം സംസാരിച്ചു, കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കേൾക്കാറുണ്ട്. ഇത് വിനീഷ് ചേട്ടൻ്റെ കസിനും മോളുമാണ് കേട്ടോ. അങ്ങനെ അവരെ നമ്മൾ പുറത്ത് നിൽക്കായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു കൊച്ചിനെ സ്റ്റേജിൽ വിളിച്ചിട്ട് കുറച്ചിങ്ങനെ മിമിക്രിയൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. നല്ല കോമഡി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശ്രീദർശ ഉജ്ജ്വല ബാല്യം ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അതിനുശേഷം ഞാൻ മക്കളുടെ അടുത്ത് പോയപ്പോൾ അവരെ എൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടപാട് പറയാൻ, അയ്യോ നാളെ യൂട്യൂബിലിടും വരും എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് തൃശ്ശയുടെ മോനാണ് ശ്രീഹരി. പിന്നെ യദുൽ അവനെ കൊണ്ട് ലൈവായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യിക്കുകയാണ്. എന്നോട് സ്നേഹിച്ചത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യിച്ചു, ലൈവായിട്ട് തന്നെ വീഡിയോ എടുത്തോ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് അവനെ കൊണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ലൈവായിട്ട് അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു സബ്സ്ക്രൈബറേയും കിട്ടി. നല്ല കാര്യമല്ലേ. പിന്നെ അവൻ അടിച്ചു നോക്കി, അപ്പോൾ പറഞ്ഞു പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് കുറവാണല്ലേ, കുറച്ചുകൂടി കൂടാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, നമുക്ക് അത്രേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാലായി. പിന്നെ അതിനിടയ്ക്ക് ഭരതനാട്യം കഴിഞ്ഞു. പിന്നെ ഇത് നമ്മുടെ എക്സ് സർവീസ്മാൻ, ആർമിയിൽ നിന്ന് വിരമിച്ച എക്സ് സർവീസ്മാൻ്റെ ഒപ്പനയായിരുന്നു. അവർ നന്നായി ചെയ്തു. പിന്നെ ഫ്യൂഷൻ ഡാൻസ് അതും അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരുന്നേ. പിന്നെ മക്കളെ ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ റഷ്യയും കൂടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ചോട്ടേൻ്റെ ഡാൻസ് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒന്ന് രസത്തിൽ അത് കളിക്കുന്നതെന്നറിയാം. ഇതാണ് പിന്നെ ഞങ്ങളുടെ മക്കളുടെ ഡാൻസ്. അവരെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചായിരുന്നു എല്ലാവരും കൂടിയിട്ട്. പാവ മക്കൾ കുറേ കഷ്ടപ്പെട്ട് പഠിപ്പും എൻ്റെ മോക്കും എക്സാമിൻ്റെ നടുക്കൊക്കെയാണ്. എന്നാലും ഇതിപ്പോൾ +2 ഡിഗ്രി 10th അതിൻ്റെ ആ ഒരു ഇതിലുള്ളതാണ്. പിന്നെ അനന്തുമാണ് കുറച്ച് ചെറുത്. അപ്പോൾ ഇവർ ആ അതിൻ്റെ നടുക്കിൽ അവർ സമയം കണ്ടെത്തിയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ആകെ പ്രാക്ടീസ് ചെയ്ത് 4-5 ദിവസം മാത്രമാണ്. മോക്കൊന്നും സമയം ഉണ്ടായിട്ടില്ല പ്രാക്ടീസ് ചെയ്യാൻ പോയത്. എന്നിട്ട് അവരെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പാട്ടൊക്കെ അവരെന്നെ കണ്ടുപിടിച്ച് അങ്ങനെ അവരവരുടേതായ രീതിയിൽ നല്ല സൂപ്പറായിട്ട് കളിച്ചായിരുന്നു എല്ലാവരും. ഇവർ കുറേ ലേറ്റായി കേട്ടോ ഡാൻസ് തുടങ്ങാൻ തന്നെ. ഇവർ കുറച്ച് ലേറ്റായിട്ട് അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കുറേ പേര് പോയി. പക്ഷേ കുറച്ച് പേരുണ്ടെങ്കിൽ അടിപൊളി ആവുമായിരുന്നു. അത്രയ്ക്ക് നന്നായി കളിച്ചു. പിന്നെ ഋഷി രണ്ടാമതൊരു പാട്ട് പാടി. പിന്നെ ലാസ്റ്റ് സമ്മാനദാനമായിരുന്നു കേട്ടോ. അതിലെല്ലാവരും വന്നിട്ട് സമ്മാനമൊക്കെ വാങ്ങിച്ചു. മക്കൾ കുറേ എഫേർട്ട് ഇട്ടല്ല എല്ലാവർക്കും ഡാൻസ് കളിച്ചതും പാട്ട് പാടി എല്ലാവർക്കും സമ്മാനം കൊടുത്തായിരുന്നു. എല്ലാവരും പോയി സമ്മാനമൊക്കെ വാങ്ങി. ഇതാണ് ആ ഷീൽഡ്. പിന്നെ ലാസ്റ്റ് മക്കൾക്ക് DJ ഇട്ട് കൊടുത്തതാണ് ഇത്. അതിൻ്റെ ഒമ്പോ പറയണ്ട, അവരെ ഒരേ തുള്ളലായിരുന്നു. മതി എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് എങ്ങനെയോ എല്ലാത്തിനെയും കൂടിയിട്ട് അവരോട് നമ്മൾ പറഞ്ഞിട്ട് അവർ തന്നെ ഓഫ് ചെയ്യുക ചെയ്തത്. അല്ലാതെ ഇവർ വരുന്ന ഇതൊന്നുമില്ല. പക്ഷേ അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരെ എക്സാമിലേക്ക് പോവുകയാണ്, കാരണം പബ്ലിക് എക്സാം ആവാനായി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.